നമുക്ക് 3 തരം സ്കില്ലുണ്ട്. 3 സ്കില്ലുണ്ട് ഈ പണവുമായി ബന്ധപ്പെട്ട്. ഒന്നാമത്തതാണ് മേക്കിംഗ് മണി, കാശുണ്ടാക്കുക എന്നുള്ള സ്കിൽ. ഒന്ന് മേക്കിംഗ് മണി, കാശുണ്ടാക്കാനുള്ള സ്കിൽ. 2 കീപ്പിംഗ് മണി, ആ കാശ് സേവ് ചെയ്യാനുള്ള സ്കിൽ. 3 മൾട്ടിപ്ലൈയിങ് മണി, ആ കാശ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള, ഇരട്ടിപ്പിക്കാനുള്ള കഴിവ്. ഇത് 3 ഡിഫറെന്റ് സ്കില്ലാണ്. കാശുണ്ടാക്കാനുള്ള കഴിവും, അത് കീപ്പ് ചെയ്യാനുള്ള കഴിവും, അത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവും 3 പർപ്പസ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 സ്കില്ലും ഡെവലപ്പ് ചെയ്യണം. ഏതെങ്കിലും ഒന്നേ നമുക്കുള്ളൂ എങ്കിൽ നമ്മൾ കാശുണ്ടാക്കും, ഒന്നും കാണത്തില്ല. കാരണം എന്താ? നമ്മളുടെ കയ്യിൽ അത് കീപ്പ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സ്കിൽ ഇല്ല. ഇവിടെ ഇരിക്കുന്ന 90% പേരെ എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞ പണം വീണ്ടും ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. കറക്റ്റ്? ഓൾറെഡി ഉണ്ടാക്കി അത് കൊണ്ടുപോയി നശിപ്പിച്ചു, ഇനി അതെങ്ങനെയെങ്കിലും തിരിച്ചുണ്ടാക്കണം. അപ്പൊ എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത്? ഉണ്ടാക്കാൻ ഇപ്പോഴും എനിക്കറിയാം, അതിനുള്ള കഴിവ് എനിക്കുണ്ട്, പക്ഷേ അത് നിലനിർത്താനും അത് മൾട്ടിപ്ലൈ ചെയ്യാനും എനിക്കറിയില്ല. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഇവിടെ 89% ആളുകളുടെയും പ്രശ്നമാണ്. അവർക്ക് കാശുണ്ടാക്കാൻ അറിയാം. അതിൽ 10% പേർക്ക് മാത്രമാണ് 10% പേർക്ക് മാത്രമാണ് ഈ പണത്തെ സേവ് ചെയ്യാൻ അറിയാവുന്നവർ. അതിൽ 1% മാത്രമേ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയൂ. ആൻഡ് ദേ ആർ ദ വെൽ നോൺ ബില്യണേഴ്സ്. ബില്യണേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഇതാണ്. അവർക്ക് എന്ത് സ്കില്ലുണ്ട്? ആ ഉണ്ടാക്കിയ പണം കീപ്പ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും അറിയാം. സോ 89% കാശുണ്ടാക്കാൻ അറിയാം. അവരെന്ത് ചെയ്തും, ചിലർ അടുക്കളപ്പണിക്ക് പോയിട്ടാണ്, ചിലർ സ്വീപ്പറായിട്ടാണ്, ചിലർ വാച്ച്മാൻ ആയിട്ടാണ്, ചിലർ സെയിൽസുകാരനായിട്ടാണ്, ചിലർ നേഴ്സായിട്ട്, ഡോക്ടറായിട്ട്, അഡ്വക്കേറ്റ് ആയിട്ട്, അങ്ങനെ എന്ത് ചെയ്തും കാശുണ്ടാക്കാൻ 89% അറിയാം. പക്ഷെ 10% മാത്രമേ അത് സേവ് ചെയ്യാൻ അറിയൂ. 1% മാത്രമേ. അപ്പോ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? ദേ ആർ യൂസിങ് ദെയർ ടൈം ഫോർ മണി. ഇവർക്ക് കാശ് കിട്ടുന്നത് എപ്പോഴാണ്? ഇവരുടെ സമയം കൊടുക്കുമ്പോഴാണ് ഇവർക്ക് കാശ് കിട്ടുന്നത്. ദേ ആർ ട്രേഡിങ് ദെയർ ടൈം ഫോർ മണി. ഇവരുടെ പ്രത്യേകത, ദേ ആർ ട്രേഡിങ് ദെയർ സ്കിൽ ഫോർ മണി. അവർക്ക് സ്കില്ല് കൊടുക്കുമ്പോഴാണ് കാശ് കിട്ടുന്നത്. ലൈക്ക് ഒരു അത്ലറ്റ്, അല്ലെങ്കിൽ ഒരു ആക്ടർ, ഒരു സിംഗർ, ഒരു പ്ലെയർ, ഇവരൊക്കെ എന്താണ്? സ്കില്ല് കൊടുത്തിട്ട് കാശ് മേടിക്കും. അതാണ് 10%. മൂന്നാമത്തതാണ് ദോസ് ഹു യൂസ് മണി ഫോർ മേക്കിംഗ് മണി. ഇവരെന്ത് കൊടുത്തിട്ടാണ് കാശുണ്ടാക്കുന്നത്? കാശിറക്കി കാശുണ്ടാക്കുന്നു. ഇത് 3 സ്കില്ലാണ്. സോ കാശുണ്ടാക്കാനുള്ള കഴിവ് പോരാ നമുക്ക്. കാശ് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ഇത് ഒരു ഒഫൻസ് ലീഡർ മാത്രമായി അവസാനിക്കും. ഒരിക്കലും നമുക്ക് ആ കാശ് ഉപകരിക്കില്ല. ആ കാശ് എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരാണ് ഈ കാശുണ്ടായി കഴിയുമ്പോഴത്തേന് ഓടിപ്പോയി ഒരു കാർ മേടിക്കും, അല്ലെങ്കിൽ ഒരു വീട് പണിയും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പരിപാടികളിൽ, മറ്റെന്തെങ്കിലും പാർട്ട്ണർഷിപ്പിൽ, മറ്റെന്തെങ്കിലും ബിസിനസ്സിൽ, അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഷൻ എന്ന പേരിൽ കൊണ്ടുപോയി അത് നശിപ്പിക്കും. ഇത് ഈ സ്കില്ലില്ലാത്തവരുടെ പ്രശ്നമാണ്. ഇത് ദേ ഡോണ്ട് നോ ഹൗ ടു കീപ് മണി ആൻഡ് മൾട്ടിപ്ലൈ മണി.